أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم. وقال نبينا وحبيبنا ومصطفانا محمد صلى الله عليه وسلم: أفضل الصيام عند الله بعد رمضان شهر الله المحرم. صدق رسوله النبي المصطفى الأمين وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധിനാഥനുമായ പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ഗതകാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സമസ്ത അപരാധങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുകയും ശേഷിക്കുന്ന ജീവിതത്തെ അള്ളാഹുവിന് വഴിപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയിലായി ജീവിതത്തെ നയിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട ആരൊക്കെ ഇന്ന് ആറടി മണ്ണിൽ വിശ്രമിക്കുന്നു, അള്ളാഹു അവർക്കെല്ലാം ദുനിയാവിനേക്കാൾ ഖൈറായ ഒരു ഭവനമാക്കി അവരെത്തിച്ചേർന്നിട്ടുള്ള ആ ഖബർ ജീവിതത്തെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുകയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം അള്ളാഹു അകറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പ്രിയപ്പെട്ടവരുടെയൊക്കെ ദുആകളെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നാം ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പുതുവർഷം കൂടി നമ്മിലേക്ക് കടന്നു വന്നു. ആ പുതുവർഷം ഇങ്ങനെ ആരംഭിച്ച് മുഹറം 7 വരെ എത്തി നിൽക്കുകയാണ്. ഇന്ന് മുഹറം 7 മൂന്ന് പത്തുകൾക്ക് ഉലമാക്കൾ, ഹദീസിന്റെ ഗ്രന്ഥകർത്താക്കളെല്ലാം ശ്രേഷ്ഠത നൽകുന്നുണ്ട്. 3 പത്തുകൾക്ക്. അതിലൊരു 10 എന്നുള്ളത് റമദാനിലെ അവസാനത്തെ 10. മറ്റൊരു 10 എന്നുള്ളത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10കളാണ്. മറ്റൊരു 10 നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 10. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ വരികയാണ്. വമൻ യുഅദ്ദിം ശഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ആദരിച്ച കാര്യങ്ങളെ ആരൊരുവൻ ആദരിക്കുന്നു, വമൻ യുഅദ്ദിം ശഅഇറല്ലാഹ്, അങ്ങനെ ആദരിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അങ്ങനെ അതിനെ ആദരിക്കുന്നത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹു ആദരിച്ച ചില സൃഷ്ടികളുണ്ട്. നമുക്കറിയാം, സൃഷ്ടികളിൽ അള്ളാഹു ആദരിച്ച വിഭാഗമാണ് മലക്കുകൾ. ആ മലക്കുകളെ ആദരിക്കൽ നമ്മുടെ മേലൊരു കടമയാണ്. അതുപോലെ തന്നെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ആദരിക്കണം. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിനെ നാം ആദരിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സംസാരമാണ്. അള്ളാഹു മാസങ്ങളെ പടച്ചു. ആ മാസങ്ങളിൽ ഏറ്റവും നല്ലതായി 4 മാസങ്ങളെ തെരഞ്ഞെടുത്തു. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഇങ്ങനെ 4 മാസങ്ങളെ അള്ളാഹു പരിശുദ്ധമാക്കി. ആ മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അടിവരയിട്ട് പറഞ്ഞു.
അള്ളാഹു ആദരിച്ച 4 മാസങ്ങളാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി ഹദീസുകളിൽ കാണാം, വിശുദ്ധ ഖുർആനിലും കാണാം, പരിശുദ്ധമായ റമദാൻ മാസവും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മുഹറം മാസത്തിലെ ഓരോ ദിവസവും ഏറെ പവിത്രതയേറിയതാണ്. നാം ഓരോരുത്തരും ഈ മുഹറം മാസത്തിൽ ഇങ്ങനെ വിശുദ്ധമായി 4 മാസങ്ങളെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവിടെ കൊണ്ട് നിർത്താതെ വീണ്ടും പറയുന്നത് ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളെ നിങ്ങൾ പരിശുദ്ധമായി കാണുകയും ആ മാസങ്ങളിൽ സ്വന്തത്തോട് നിങ്ങൾ അതിക്രമം കാണിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉത്ബോധനം നടത്തുകയാണ്. എന്താണ് അങ്ങനെ അള്ളാഹു എടുത്തു പറയാൻ കാരണം? മറ്റു മാസങ്ങളിൽ ചെയ്യാൻ പാടില്ല, അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വന്തത്തോട് അതിക്രമം കാണിക്കാൻ പാടില്ല. അതിരിക്കെ തന്നെ അള്ളാഹു ഈ മാസങ്ങളെ പരിശുദ്ധമാക്കിയതിന് ശേഷം അള്ളാഹു എടുത്തു പറഞ്ഞു, ഈ 4 മാസങ്ങൾ ഉണ്ടല്ലോ, 1 ദുൽഖഅദ, 2 ദുൽഹിജ്ജ, 3 മുഹറം, 4 റജബ്. ഇങ്ങനെയുള്ള ഈ 4 മാസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അതിക്രമം കാണിക്കരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. ചിലർ ഈ മാസത്തെ വളരെയേറെ മോശമായാണ് കാണുന്നത്. കാരണവന്മാര് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ചില ആളുകൾ ഈ മാസത്തിൽ നിക്കാഹ് നടത്തില്ല, വീട് കുടിയേറ്റം നടത്തില്ല. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളെ ഇല്ലാതാക്കാൻ ഈ മാസങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു ആദരിച്ച മാസങ്ങളിൽ അങ്ങനെ ഒരു മാസത്തെ ആദരിക്കാതെ പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം അവരിൽ ഉണ്ടാകാൻ അവർ തേടേണ്ടതുണ്ട്. കാരണം ഈ മാസത്തെ അള്ളാഹു ആണ് പരിശുദ്ധമാക്കിയത്. ഇങ്ങനെ ചെയ്യരുത് എന്ന് കിട്ടാനുള്ള കാരണം, പണ്ടുള്ള ആളുകൾ നല്ല മാസമായതുകൊണ്ട് ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, അഫ്ളലു സിയാമി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പ് പിടിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബഅദ റമദാൻ, റമദാൻ മാസത്തിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പ് പിടിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം സുന്നത്ത് നോമ്പ് പിടിക്കുന്നതിൽ. റമദാനിലെ നോമ്പ് ഫർളാണ് എന്ന് നമുക്കറിയാം. സുന്നത്ത് നോമ്പ് പിടിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം പരിശുദ്ധമായ മുഹറമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പണ്ടുള്ള ആളുകൾ ഈ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കുമായിരുന്നു. അതും പിൽക്കാലം പണ്ടപ്പോ മുഹറം മാസത്തിൽ എല്ലാവരും നോമ്പ് പിടിക്കുമ്പോ നിക്കാഹ് വയ്ക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരും നോമ്പാണല്ലോ. വലീമ എന്നൊരു പരിപാടി ഉണ്ട്, നിക്കാഹിന് ശേഷം വിളിച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വീട് കുടിയേറ്റം നടത്തുമ്പോ അവിടെയും ഭക്ഷണം കൊടുക്കലൊക്കെ ഒരു ആദരവാണ്. അതിഥികളെ ആദരിക്കുക എന്നുള്ള ഒരു മാനദണ്ഡമുണ്ടല്ലോ. അപ്പോ പണ്ട് ഈ മുഹറം മാസം മുഴുവനും നല്ല ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് അവർ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിരുന്നു. അത് പിൽക്കാലത്തിലേക്ക് വന്നപ്പോൾ നോമ്പ് പിടിക്കാത്ത ആളുകൾ അതിനെ മനസ്സിലാക്കിയത് ഈ മാസത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന രീതിയിലേക്കായി മാറി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തെ അള്ളാഹു ആദരിച്ചതാണ്. അള്ളാഹു ആദരിച്ച ഏറെ പവിത്രതയേറിയ മാസമാണിത്. ഇതിൽ നിക്കാഹ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതില് എന്ത് നല്ല കാര്യം ചെയ്താലും അതെല്ലാം അള്ളാഹുവിനേറെ പ്രിയങ്കരമാണ്. കാരണം അള്ളാഹു ആദരിച്ച മാസമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറഞ്ഞ മാസമാണ് നോമ്പ് പിടിക്കുക. ആ നോമ്പ് പിടിക്കുന്നതിൽ റമദാനിന് ശേഷം ഏറ്റവും കൂടുതൽ പവിത്രതയേറിയത് ഈ മാസത്തിലാണ്. അതുപോലെ തന്നെ ഈ മാസത്തിൽ തന്നെ ഏറെ പവിത്രതയേറിയ ദിവസവും ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത്, പരിശുദ്ധമായ മുഹറം 10 സുദിനത്തിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ, യഹൂദരായ ആളുകൾ നോമ്പ് പിടിക്കുന്നത് കാണുകയാണ്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോമ്പ് പിടിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചപ്പോ, ഞങ്ങളുടെ മൂസ
അലൈഹിസ്സലാമിനെ, ഞങ്ങളുടെ പ്രവാചകനെ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ ദിവസത്തെ ആദരിച്ചത് കൊണ്ടാണ്, അങ്ങനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് എന്ന് യഹൂദര് പറഞ്ഞു. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോ സഹാബത്തിനോട് കൽപ്പിച്ചു, നഹ്നു അഹഖു ബി മൂസ, അവരെക്കാളെല്ലാം നമ്മളാണ് മൂസ നബിയോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും കടപ്പെട്ട ഉമ്മത്താണ് എൻ്റെ ഉമ്മത്ത്. അതുകൊണ്ട് ഫഅമറ ബിസിയാമിഹി, നബി തങ്ങൾ അപ്പോൾ നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയാണ്. ഏത് ദിവസം? ആശുറാന്റെ ദിവസം, മുഹറം 10 അന്ന് അള്ളാഹുവിന്റെ റസൂല് നോമ്പ് കൊണ്ട് അങ്ങനെ കൽപ്പിക്കുന്നു. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് അള്ളാഹു വർഷിപ്പിച്ച ഒരു ദിവസമാണ് മുഹറം 10 ദിവസം. ഹദീസുകളിൽ കാണാം, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് അനുഗ്രഹങ്ങൾ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ ആ പേടകത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കയറി അവസാനം ആ വെള്ളപ്പൊക്കമെല്ലാം കഴിഞ്ഞ് അള്ളാഹു ജൂദി പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി അടുപ്പിക്കുന്നത്, അവരെ രക്ഷപ്പെടുത്തിയത് ഒരു മുഹറം 10 ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു മാസമാണ് മുഹറം മാസം. പിന്നെ ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്, 12 മാസങ്ങളെ അള്ളാഹു പടച്ചു. ആ ദിവസം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ, ഭൂമിയെ, അവന്റെ എല്ലാ സൃഷ്ടികളെയും പടച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഒരുപാട് നാം പഠിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നോമ്പ് എന്നുള്ളത്. ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മുഹറം മാസത്തിലെ നോമ്പ്. 10 അന്നത്തെ നോമ്പ്. അതിന്റെ പ്രതിഫലം എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് പിടിക്കുന്നവർക്ക് യുകഫിറു സനത്തൽ മാളിയ, അവരുടെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ പുറത്തു നൽകുമെന്ന്, ചെറുപാപങ്ങളെ പുറത്തു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ എന്നൊരു ചിലപ്പോൾ സംശയം വരാം. ചെറുപാപങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരാള് നമ്മളോട് നല്ല കാര്യം പറഞ്ഞിട്ട് പോയി, അവൻ പോയി കഴിഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന ആളോട് അവനെ പറ്റി കുറ്റം പറയുക, അത് വേണമെങ്കിൽ ചെറുപാപമായി എണ്ണാം. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അതൊരു പാപമാണ്. ആവശ്യമില്ലാതെ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, കരുണ കാണിക്കുന്നവരോടും ദേഷ്യപ്പെടുക, ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളോട് കരുണയില്ലാതിരിക്കുക, ഇതെല്ലാം മനുഷ്യനുമായുള്ള ചില ബന്ധങ്ങൾ അതിനെ മുറിച്ചു കളയുക, ഇതെല്ലാം ചെറുപാപങ്ങളിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഇതുപോലുള്ള ചെറുപാപങ്ങൾ, മുൻകഴിഞ്ഞ വർഷത്തിലെ ചെറുപാപങ്ങള് ഈ നോമ്പ് പിടിക്കുന്നതിലൂടെ, മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലെ നോമ്പ് പിടിക്കുന്നതിലൂടെ അള്ളാഹു പുറത്തു നൽകും. വലിയ പാപങ്ങളുണ്ട്, ആ വലിയ പാപങ്ങൾ പൊറുക്കുന്നത് ഈ നോമ്പിലൂടെ പൊറുക്കില്ല. ആ വലിയ പാപങ്ങൾ, വൻ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ തന്നെ ചെയ്യണം. ചെറുപാപങ്ങളെ അള്ളാഹു നോമ്പ് പിടിക്കുന്നതിലൂടെ, ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു ചെറുപാപങ്ങളെ പുറത്തു നൽകും. പക്ഷേ വൻ പാപങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴും വരാം, വൻ പാപങ്ങൾ ഏതൊക്കെയാണെന്ന്. വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി 7 വൻ പാപങ്ങളെ കുറിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വൻപാപങ്ങളിൽ ഒന്നാമത്തേത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതാണ് വൻപാപം. ഇതിൽ നിന്ന് മുക്തനാകണമെങ്കിൽ തൗബ തന്നെ ചെയ്യണം. അള്ളാഹുവിനോട് മറ്റൊരു ആരാധ്യ വസ്തുവിനെ, അല്ലെങ്കിൽ അവനെ പോലെ ആരാധിക്കാൻ പറ്റുന്ന വസ്തുവാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആരാധിച്ചാൽ അവൻ ശിർക്ക് ചെയ്തവനായി, അത് വൻപാപത്തിൽ പെടുന്നതാണ്. ഇപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ റബ്ബ് അല്ലെങ്കിൽ രക്ഷിതാവ് എന്നുള്ള പദം കൊണ്ട് ഒരു കഴിവുമില്ലാത്ത ഒരു വസ്തുവിനോട് തേടിയാൽ അത് ശിർക്കായി, അത് വൻപാപമാണ്. രണ്ടാമതായി സിഹറാണ്, മാരണം ചെയ്യുക. ഇനി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ കൂടോത്രം ചെയ്യുക.
അത് വൻ പാപമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ തൊട്ടല്ല നമ്മളെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ രണ്ടാമത്തെ വൻപാപം ഇതാണ്. മൂന്നാമത്തേത് അർഹതയില്ലാതെ ഒരാളെ കൊന്നു കളയുക. വൻപാപത്തിൽ മൂന്നാമത്തെ ഇതാണ്, വെറുതെ ഒരാളെ പോയി കൊന്നു കളയുക, ഒരു കാരണവുമില്ല. ഇതാണ് മൂന്നാമത്തെ വൻപാപം. നാലാമത്തേത് യതീമീങ്ങളുടെ സമ്പത്തിനെ ഭക്ഷിക്കുക. ഒരാളെ യതീമീങ്ങളെ പരിചരിക്കുവാനായി ഏൽപ്പിക്കുന്നു, അയാളുടെ കയ്യിലേക്ക് വരുന്ന സമ്പത്തിനെല്ലാം ഇയാൾ തന്നെ പുട്ടടിക്കുന്നു എങ്കിൽ ഇയാൾ വൻപാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തത് പലിശ തിന്നുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു സാമ്പത്തിക ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ചിലപ്പോൾ അതിലേക്ക് പെട്ടുപോകാം. അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക, വൻപാപമാണ്. ആറാമത്തത് യുദ്ധം മുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുക. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബദർ യുദ്ധം നടക്കുന്നു. ബദർ യുദ്ധം നടന്നപ്പോൾ നമുക്കറിയാം അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ അടിത്തറ ഭാഗവാനുള്ള പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ നിന്ന് സഹാബാക്കളെല്ലാം പേടിച്ച് പിന്തിരിഞ്ഞോടിയെങ്കിൽ അവരെല്ലാം വൻപാപം ചെയ്തവരിൽ പെട്ടവരായേനെ. അവരാരും അങ്ങനെ ഓടിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ അങ്ങനെ ഓടുന്നത്, യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ യുദ്ധം മുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 7ഓളം പാപങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അവസാനത്തേത് പതിവ്രതരായ നല്ല പുരുഷന്മാരെയും, 7ാമത്തെ കാര്യം നല്ല പുരുഷന്മാരെയും നല്ല സ്വാലിഹീങ്ങളായ സ്ത്രീകളെയും പറ്റി വ്യഭിചാര ആരോപണം നടത്തുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആരോപണം നടത്തിയാൽ ആ നടത്തുന്നയാൾ വൻപാപങ്ങളിൽ പെട്ടവനായി, വൻപാപം ചെയ്തവനിൽ പെട്ടവനായി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ ആശുറാന്റെ ദിവസത്തിലെ മുഹറം 10 ആ ദിവസത്തിലെ നോമ്പ് നമ്മുടെ ചെറുപാപങ്ങളെ അള്ളാഹു പുറത്തു നൽകുവാനുള്ള ഒരു കാരണമാക്കി വെച്ചിരിക്കുന്നു. അള്ളാഹു അത് പിടിക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ സഹാബത്തിനോട്, ഇത് ലോക ഉമ്മത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, ഈ 10ാമത്തെ ദിവസം മുഹറം 10ന്റെ അന്ന് നിങ്ങൾ നോമ്പ് പിടിക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചെറുപാപങ്ങളെ പുറത്തു കളയുന്ന ഒരു നോമ്പാണ് ഈ ആശുറാന്റെ ദിവസത്തിലെ നോമ്പ്. അപ്പോ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും അർഹതപ്പെട്ടവരാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ആ ദിവസം യഹൂദരും നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ, ഞാൻ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി മുഹറം 9ന്റെ അന്നും നോമ്പ് പിടിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അടുത്ത വർഷത്തിലേക്ക് പുന്നാര നബി ശേഷിച്ചില്ല. റബീഉൽ അവ്വലിന്റെ മാസമായപ്പോ തുവഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായിൽ അലൈഹിസ്സലാം വഴി പിടിക്കുകയുണ്ടായി. നബി തങ്ങളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ കൃത്യമായി നബി തങ്ങൾ നമ്മെ ഈ നോമ്പിനെ കുറിച്ച് കൃത്യമായി നമ്മെ ഉത്ബോധനം നടത്തി കൃത്യമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം 9ന്റെയും 10ന്റെയും നോമ്പ് ഈ വരുന്ന ഞായറും തിങ്കളുമാണ്. അള്ളാഹു അമൽ ചെയ്തത് പിടിച്ചുകൊടുവാനും അതിന്റെ പ്രതിഫലം കാരണമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെ അള്ളാഹു പുറത്തു നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രധാനപ്പെട്ട ദിവസങ്ങളാണവ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയിൽ നിന്നും രക്ഷ കൊടുത്ത ദിവസമാണ്. സൂറത്തുൽ ഫജ്റിലെ ആയത്താണ്, നിങ്ങൾക്കെല്ലാം കേട്ട് തഴമ്പിച്ച ആയത്തായിരിക്കാം. ഈ ഫിർഔനിന്റെ സംഘം മരുഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും ആണി തറപ്പിച്ചു വെച്ചിരുന്നു എന്നിങ്ങനെ ആശയം വരുന്ന ആയത്താണ്. ആണിക്കാരൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ വിളിക്കുന്നതാണ്. ആണിക്കാരനായ ഫിർഔൻ അങ്ങനെ വിളിക്കാനുള്ള കാരണം, തന്റെ പ്രതിനിധികൾ, തന്റെ പട്ടാളക്കാർ മരുഭൂമിയിലെ, ഈജിപ്തിലെ മരുഭൂമികളിലെ എല്ലാ സ്ഥലങ്ങളിലും ടെന്റ് അടിക്കുമായിരുന്നു.
ടെന്റ് അടിക്കുമ്പോൾ ആണി തറപ്പിച്ചു വെച്ചാണ് അവർ ഈ ടെന്റിന് അടിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും മ്ലേച്ഛമായ രീതിയിലാണ്. അങ്ങനെ ഏറ്റവും തരം താഴ്ന്ന ഒരു വധത്തിലേക്ക്, ഒരു നിമിഷത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറം 10 അന്ന് അവന്റെ നാശത്തെ കൊടുക്കുകയും ചെയ്തു. അല്ലാഹു ആ ദിവസത്തെ ആദരിക്കാനും ആ ദിവസത്തില് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള മുഹറം 9 അന്നും 10 അന്നും നോമ്പ് പിടിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ദിവസം കൂടുതൽ അമലുകൾ കൊണ്ട് ധന്യമാകാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.